ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. സംഭവം വേറൊന്നുമല്ല, ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പൊ അച്ഛ അതിന്റെ ധൃതിയിലാണ്. അച്ഛക്ക് എവിടെ പോണെങ്കിലും രാവിലെ തന്നെ കാറ് കഴുകലാണ് പണി കേട്ടോ. കാറിനെ കഴുകി 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 കുട്ടപ്പനാക്കും. കാറ് കഴുകാതെ സ്ഥലത്തോട്ട് പോകത്തില്ല. ഹയച്ചി എന്താടി എന്നെ പറ്റി പറയണെന്നാണ് അച്ഛയുടെ എക്സ്പ്രഷൻ. അപ്പൊ കുഞ്ഞപ്പൻ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ചെങ്കിലും എന്റെ മുഖത്ത് ഉറക്കക്ഷീണം മാറിയിട്ടില്ല കേട്ടോ ഗീസ്. നോക്കൂ, അതിന് റെഡിയായി കുറച്ചു നേരം കഴിഞ്ഞാൽ ആ ഉറക്കത്തിന്റെ ഒരു വൈബ് മാറുള്ളൂ. ഉറക്കം വൈബാണ്. അപ്പൊ എനിക്കിനി റെഡി ആവണം, കുഞ്ഞപ്പനെ എണീപ്പിക്കണം. അപ്പൊ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടേ കുഞ്ഞപ്പനെ വിളിക്കുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആള് അലമ്പായിരിക്കും. കുഞ്ഞപ്പൻ നല്ല ഉറക്കാണ്. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് കുഞ്ഞപ്പനെ വിളിക്കട്ടെ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഗൈസ്. ഇപ്പൊ തൊട്ടുള്ള ഇന്നത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നമുക്കൊരു നിശ്ചയമുണ്ട്, നിശ്ചയത്തിന് പോകാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാനിന്ന് സാരി ഉടുത്തിട്ടാണ് പോണത്. ഞാനോർത്ത് സിമ്പിളായിട്ട് എനിക്ക് ഉടുക്കാൻ പറ്റും, ഞാൻ ഉടുക്കുന്നതായിരുന്നു. പക്ഷെ ഇങ്ങനെ സീരിയസ് ആയിട്ടൊരു ഫംഗ്ഷന് പോകുമ്പോഴൊന്നും ഞാൻ ഉടുത്തോണ്ട് പോയിട്ടില്ല. അപ്പൊ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ അതും റെഡി ആയിട്ടൊക്കെ പോകാനുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ലല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് വിശന്നാലോ എന്ന് ഓർത്തിട്ട് പേരിനൊരു ഇത്തിരി പുട്ടും കിഴങ്ങ് കറിയും കഴിക്കുവാണേ. കട്ടൻ ചായയും കൂടെ ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ തലേദിവസം എല്ലാം എടുത്ത് വെച്ച് റെഡിയായതാണ് ഗൈസ്. പക്ഷെ ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണാതാവും. ഒന്നെങ്കിൽ കുഞ്ഞപ്പൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ആയിരിക്കും. എന്തെങ്കിലും കാണാതായി പിന്നെ അലമാരി മൊത്തം അത് നോക്കി നോക്കി ഒരുപാട് സമയം പോകും കേട്ടോ. അങ്ങനെ കുറേ സമയം പോയി. അങ്ങനെ കുഞ്ഞപ്പനെ എണീപ്പിക്കാൻ വേണ്ടി ചെന്നു, അവനെ എണീപ്പിച്ചു ഗൈസ്. അപ്പം ഞാൻ സാരി എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്റെ പൊന്നെ ഒന്നും പറയണ്ട, എത്ര നേരമായി തുടങ്ങിയിട്ടെന്നാ. ഈ സാരിയുടെ ഗുണം കൊണ്ടാണ് ഈ സാരി ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാണ്ട് ഞാൻ ഉടുത്തതിന്റെ ഗുണം കൊണ്ടല്ല കേട്ടാ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകാൻ ഞാൻ സാരി ഉടുത്തോണ്ട് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പരിപാടിക്ക് സാരി ഉടുത്തിട്ടില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് സാരി ഉടുത്തോണ്ട് എങ്ങോട്ടും പോയിട്ടില്ല. അതുകൊണ്ട് നടക്കാനൊക്കെ ഒരു ടെൻഷനുണ്ട്. ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവരുടെ ടെൻഷൻ അറിയായിരിക്കുമല്ലോ. നടക്കുമ്പോ ഇങ്ങനെ ഉലിഞ്ഞു പോവുക, കുറെ പിന്നെ കുത്തിയിട്ടുണ്ട്, മൊത്തം പിന്നിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഉടുത്തയിലെ. എന്നിട്ട് ഞാൻ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ആരെങ്കിലും കണ്ടുപിടിക്കുവോ ആവോ. ഈ മുന്താണി മുതൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാരി ഉടുത്തത് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം. അപ്പൊ ഇപ്പോഴേ താമസിച്ചു, പിള്ളേര് എന്നെയും കാത്തിരുന്നിരുന്നിരുന്ന് ഇതായി. ചേട്ടനും അനിയനും അവന്റെ കൂട്ടുകാരന്മാരും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. കുഞ്ഞപ്പനൊരു ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് പോലും വരുന്നില്ല. അവൻ ആ കാറിൽ കയറി AC ഇട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ കാറിലോട്ട് കയറട്ടെ, അല്ലെങ്കിൽ ഈ പുട്ടിയെല്ലാം ഒഴുകി പോകും ഗൈസ്. വാ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നിശ്ചയത്തിന് പോവാണേ. ഇവിടെ പോവാന്ന് പറഞ്ഞല്ലേ. സാധാരണ കുഞ്ഞപ്പൻ എന്റെ മടിയിലിരുന്നല്ലേ എല്ലായിടത്തും പോകുന്നത്. ഇപ്രാവശ്യം ചേട്ടന്മാരൊക്കെ പുറകെ ഇരിക്കുവാണെന്ന് പറഞ്ഞ് അവനും അവരുടെ കൂടെ പോരുന്നു കേട്ടോ. അതേതായാലും നന്നായി. എന്റെ സാരിയിലൊക്കെ നിറച്ച് പിന്നു കുത്തി വെച്ചിരിക്കായിരുന്നല്ലോ ഗൈസ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരുങ്ങിയില്ലേ, സാരിയൊക്കെ കൊടുത്തു. അപ്പൊ ഈ മുല്ലപ്പൂവിന്റെ ഒരു കുറവ് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അച്ഛയോട് പറഞ്ഞ, അച്ഛൻ എനിക്ക് മുല്ലപ്പൂ വെക്കണമെന്ന്. സാധാരണ ഞാൻ മുല്ലപ്പൂ വെക്കത്തില്ല കേട്ടോ, എനിക്ക് തലവേദന എടുക്കും. ഞാൻ മുല്ലപ്പൂ വെക്കാറേ ഇല്ല ഗൈസ്, വർഷങ്ങളായി മുല്ലപ്പൂ വെച്ചിട്ട്. അപ്പൊ എന്താണെങ്കിലും ദേ അച്ഛ വണ്ടി നിർത്തി പോയി മുല്ലപ്പൂം കൂടി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ വെക്കട്ടെ, എങ്ങനെ വെക്കോന്ന് അറിയത്തില്ല. സ്ലൈഡ് ഉണ്ട് എന്റെ കയ്യില്, സ്ലൈഡ് വെച്ച് ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഒരാൾ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞ അനിയന്മാരുണ്ട് 3 പേരും. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ മുല്ലപ്പൂ വെച്ചേട്ടോ. പക്ഷെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മുടിയുടെ അടിയിൽ കൂടി എടുത്ത് വെക്കില്ലേ മുല്ലപ്പൂ, അതുപോലെ വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ അങ്ങനെ വെച്ച് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു വില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പനങ്ങാടാണ് സ്ഥലം. പനങ്ങാട് ഉള്ളിലോട്ട് കുറേ പോകണമായിരുന്നു. പോണ വഴി ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴിയൊക്കെ ഒന്ന് തെറ്റി ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് അവസാനം ചെന്നത്. ചെന്ന പാടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. കുഞ്ഞപ്പൻ 2 കൂട്ടുകാരെ കണ്ടുപിടിച്ച് ഊഞ്ഞാലിൽ കളിക്കാൻ തുടങ്ങി. അവർ മാറിക്കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ. ആദ്യം മാറുവോ എനിക്ക് കളിക്കണമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അവരവസാനം മാറിക്കൊടുത്തിട്ടാ. എന്നിട്ട് ഇതേ കിടന്ന് ആടുവാണ്. കുഞ്ഞപ്പനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ മറന്നുപോയി. കുഞ്ഞപ്പൻ ഈ ഒരു കുർത്തയും മുണ്ടുമാണ് കേട്ടോ ഇട്ടിരുന്നത്. ഞാനും അച്ഛയും കുഞ്ഞപ്പനും ഒരേപോലെ നമ്മളന്ന് ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടില്ലേ. അപ്പോൾ അച്ഛയും മോനും കുർത്തയാണ് വാങ്ങിച്ചത്. അങ്ങനെ അവിടെ കുറച്ച് വലിയ ആമ്പിള്ളേരൊക്കെ കണ്ടുപിടിച്ച് അവരുമായിട്ട് നല്ല ബോൾ കളിയായിരുന്നേ. അതിനിടയ്ക്കാണ് ഒരു മോളെ ബോൾ പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി അവൻ ബോളുമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ കുഞ്ഞു ആവയാണ് കേട്ടോ അവള്. അപ്പോൾ അത് ഇങ്ങനെ അടിക്കുക എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും കൂടി കുഞ്ഞപ്പൻ്റെ പുറകെ തന്നെയായിരുന്നു. നമ്മൾ വിചാരിച്ചത്രയും വെയിലൊന്നും ഇല്ലായിരുന്നു, കാരണം കായലിൻ്റെ സൈഡിലായതുകൊണ്ടേ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വൈബായിരുന്നു. ദക്ഷിണ കൊടുക്ക് ചേട്ടക്ക്, ദക്ഷിണ കൊടുക്ക്. അടിച്ചോ അടി കുഞ്ഞപ്പ പഠിപ്പിച്ചു കൊടുക്കുവാണോടാ.
അവിടെ നല്ല പാട്ട് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാട്ട് കേൾക്കാം നമ്മുടെ വീഡിയോയിൽ, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വോയിസ് കളഞ്ഞത്. ഞാൻ ആ റിസോർട്ടിനെ പറ്റിയും എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മുല്ലപ്പൂ വെച്ചതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മുടിയുടെ താഴെക്കൂടി മുല്ലപ്പൂ വെച്ചെന്ന് പറഞ്ഞില്ലേ, അവസാനം വെച്ചത് ഇങ്ങനൊരു കോലമായി ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വരുന്ന വഴി നമുക്ക് വഴിതെറ്റിപ്പോയിരുന്നു. ഏകദേശം ഒരു 5 കിലോമീറ്റർ വഴിതെറ്റിപ്പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് മോതിരമാറ്റമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും. ചേട്ടൻ്റെ കസിനാണ് കേട്ടോ, ശ്രീരാഗ് എന്നാണ് അവൻ്റെ പേര്. പെൺകുട്ടിയുടെ പേര് മഞ്ജിമ എന്നാണ്. ഇനി എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ടോ. പാടിക്കോ പാട്ട് പാടിക്കോ. എന്ത് വിധി ഇത്, ആ വല്ലാത്ത ചതീത്. എന്താടൊക്കെ പാട്ട് പാടിയ കഴിഞ്ഞാ, ഇനിയുണ്ടാ? അങ്ങനെ കുറച്ചു നേരം അവിടെ ഓടി നടന്ന് കളിച്ചു, പാട്ടൊക്കെ പാടി ഇരുന്നപ്പോഴാണ് ഗൈസ് കുഞ്ഞപ്പൻ ആ ഒരു കാഴ്ച കാണുന്നത്. പിന്നെ തുടങ്ങിയ കരച്ചിൽ. ഞങ്ങൾ അവിടെ നിന്ന് സദ്യയൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത് വരെയും കരച്ചിലായിരുന്നേ. അപ്പോൾ ചേട്ടനെടുത്ത് സമാധാനിപ്പിക്കുകയാണ്. എല്ലാവരും ചേട്ടൻ്റെ കൂട്ടുകാരാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. എല്ലാവരും കുഞ്ഞപ്പനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, അവിടെ അവൻ സ്വിമ്മിംഗ് പൂള് കണ്ടേട്ടോ. അപ്പോൾ പൂളിൽ ചാടണം, പൂളിൽ കളിക്കണമെന്നും പറഞ്ഞാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആള്. കുഞ്ഞപ്പനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ പൂള് കണ്ടാൽ നമുക്കൊന്ന് നീന്തി കളിക്കാൻ തോന്നും. അത്ര അടിപൊളിയായിരുന്നു. ടാറ്റ കൊടുത്ത്, ടാറ്റ കൊടുക്ക്. നമ്മളിന്ന് ശ്രീകുട്ടന്റെ എൻഗേജ്മെന്റ് പരിപാടി കുഞ്ഞപ്പൻ. അതിനിടയ്ക്ക് സഞ്ജു എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു ഗൈസ്. എന്നിട്ട് അവൻ പറയുകയാണ് കേട്ടോ വീഡിയോയിൽ. അത് കഴിഞ്ഞ് അവന് നാണം വന്ന് എൻ്റെ ഈ ഫോണും തന്നിട്ട് ഓടിക്കളഞ്ഞു ഗൈസ്. ഇതേ അപ്പോൾ നമ്മുടെ കല്യാണ ചെറുക്കൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. അവിനാശിൻ്റെ കല്യാണത്തിന് പോയതിൻ്റെ വീഡിയോ ഷോർട്സ് എന്തോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഭാര്യയെ കൊണ്ടുവരാണ്ട് ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് ഞാൻ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അവളെ കൊണ്ടുവരാഞ്ഞെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ കറങ്ങി നടക്കുമ്പോഴാണ് ഞാൻ ഇക്കുവിനെ കാണുന്നത്. എൻ്റെ സ്വന്തം അനിയനുണ്ടല്ലോ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഇക്കു. അവൻ ഈ കല്യാണത്തിനുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അവനെ കണ്ടിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അത് ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും. പാവങ്ങൾ ഫോട്ടോ എടുത്തൊരു പരിവായി ഗൈസ്. അപ്പോൾ അതേ കുഞ്ഞപ്പൻ അവിടെ ഒരു സ്ലേറ്റും പെൻസിലും കിട്ടിയിട്ട് അവൻ ഓർമ്മയുള്ള അക്ഷരമൊക്കെ കാണാണ്ട് എഴുതി നോക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് സദ്യയൊക്കെ കൊണ്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ബഹളവും ചൂടും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ സ്റ്റേജിൽ പോയി മൈക്കും എടുത്തത് കാണിച്ചത് നിങ്ങൾ തന്നെ കണ്ടു. അവനറിയാം. ജീവനെ കേട്ടല്ലോ, ഇതായിരുന്നു പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ്. ഉച്ച കഴിഞ്ഞ് കുഞ്ഞപ്പൻ്റെ വക ഒറ്റയ്ക്കുള്ള സംഘഗാനമായിരുന്നു ഗൈസ്. അങ്ങനത്തെ ആ ഒരു മോൾ അവന് കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുത്തിട്ട് പോയി കേട്ടോ. അവൾ തനിയെ എടുത്തുകൊണ്ട് വന്നേ. ഇപ്പം പാടി വിഷമിച്ചെന്ന് അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അത്ര നേരം ഞങ്ങൾ മര്യാദക്ക് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛയെ ഫോട്ടോ ഒക്കെ എടുക്കുക അച്ഛയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇവിടേക്ക് നിന്ന് അച്ഛനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. കുഞ്ഞപ്പനാണെങ്കിൽ പൂളിൽ ചാടാൻ വേണ്ടി പോകുന്ന പോക്കാണേ. അവനാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പൂളി ഇറങ്ങണമെന്നും പറഞ്ഞ് വാശി. നമ്മുടെ കപ്പിൾസ് ആണെങ്കിൽ ഫോട്ടോ എടുത്തൊരു പരുവത്തിലായി. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നു.
ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഏകദേശം മൈൻഡ് അപ്പ് ആവാറായിരിക്കാണ്. സദ്യയൊക്കെ ഉണ്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം കുഞ്ഞപ്പൻ ഓടി സദ്യ കഴിക്കുന്ന അങ്ങോട്ട് പോയി വെള്ളം കുടിക്കാനെന്നും പറഞ്ഞ് പോയിട്ട് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഇരുന്നിട്ട് അമ്മ എനിക്ക് വിശക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവന്റെ കൂടെ കയറി ഇരുന്ന് അവനും കൊടുത്ത് ഞാനും കഴിച്ച്. അച്ഛൻ ആ സമയത്ത് ഞങ്ങൾ കണ്ടുപോലില്ല ഗൈസ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞാണ് അച്ഛനെ തപ്പി കിട്ടിയത്. അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കുറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞപ്പൻ ഓട്ടം ബഹളം, ഞാനാണെങ്കിൽ ഈ സാരി കൊടുത്ത് അവന്റെ പുറകെ ഓട്ടം തന്നെയായിരുന്നേ. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ വീഡിയോ എല്ലാം കൂടി കൂട്ടിയാണ് ഇപ്പൊ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഗൈസ്. നമ്മൾ വിചാരിച്ചത്ര നല്ല രീതിയിൽ ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല. ഇത് നിശ്ചയമല്ലേ, കല്യാണത്തിന് അടിപൊളിയായിട്ട് എടുക്കാം. അപ്പൊ എന്താണെങ്കിലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ചേട്ടാ ബൈ ബൈ, സീ യു, ബൂം.